A cooking day in my life. ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഇന്നത്തെ വ്ളോഗ് വിശേഷം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. ഇന്ന് ഞാൻ എന്തൊക്കെയാണ് കുക്കിംഗ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത്. ഇന്ന് സൺഡേ ആണ്, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുക്കിംഗ് ആണ് മെയിൻ. രാവിലെ തന്നെ റാഗി ഘീ റോസ്റ്റാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുറാന്ന് കണ്ടോ. ഇത് റാഗി ദോശ നമ്മൾ വെറുതെ ദോശ മാവ് കൊണ്ട് മാത്രം ചുടുമ്പോൾ അങ്ങനെ നമുക്ക് ഘീ റോസ്റ്റ് പോലെ കിട്ടില്ല. പകരം ഞാൻ കുറച്ച് കടലപ്പരിപ്പും ഉഴുന്നും കുറച്ച് വെന്തയും കൂടെ ചേർത്ത് അരച്ച് മിക്സ് ചെയ്തിട്ട് നല്ല മുരാന്ന് ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ടോ, ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ തേങ്ങാ ചട്നിയാണ്, പൊട്ടിക്കടല ചേർത്തിയ തേങ്ങാ ചട്നി, പച്ചമുളകെല്ലാം ഇട്ട് അരച്ച് ഇതിൻ്റെ കൂടെ നമ്മുടെ ഘീ കൂടെ ചേർത്തിയിട്ടുണ്ട് ഈ ദോശയിൽ. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ റീസ്റ്റോക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികം സാധനങ്ങളൊന്നുമില്ല, നമ്മുടെ കടല പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഉച്ചയ്ക്ക് ഞാൻ ക്യാപ്സിക്കം റൈസ് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. കുറച്ച് കാഷ്യൂ നട്ട്സും അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട്സ്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കായം ഇതെല്ലാം ഇട്ടിട്ടാണ് ഞാൻ ക്യാപ്സിക്കം റൈസ് ഉണ്ടാക്കണം. നല്ല ചൂടല്ലേ, അപ്പോൾ നമുക്ക് ഒരു കറി, ഉപ്പേരി, പൊരിയൽ, കൂട്ടാൻ അങ്ങനെയൊക്കെ വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമല്ല, എനിക്കിപ്പോൾ ചെറുതായിട്ട് റീസ്റ്റോക്കിംഗ് പരിപാടിയും കിച്ചൺ ക്ലീനിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. നല്ല അടിപൊളി ക്യാപ്സിക്കം റൈസാണ്. ഞാൻ റെസിപ്പി പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാനിതൊന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ കണ്ടെയ്നേഴ്സിലെല്ലാം ഞാൻ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പൾസസ് ആൻഡ് മില്ലറ്റ്സ് അങ്ങനത്തെ കേട്ടോ ഞാൻ കൂടുതലും വാങ്ങി വെക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾസിനേക്കാളും ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. തലേ ദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉണ്ടാക്കാനും ഈസിയാണല്ലോ. അതുകൊണ്ട് അപ്പോൾ എൻ്റെ റീസ്റ്റോക്ക് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാനെല്ലാം ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഘീ റൈസല്ല ക്യാപ്സിക്കം റൈസിലേക്ക് കിടക്കാം. കുറച്ച് ഗീ ആഡ് ചെയ്യാം കേട്ടോ. ബിസ്മിലാബാദ് പൗഡറാണ് വേണ്ടത്. ബിസ്മിലാബാദ് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാലയോ അല്ലെങ്കിൽ ഇതിലിട്ടിരിക്കുന്ന ഈ സാധനങ്ങളുണ്ടല്ലോ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, വറ്റൽമുളക് എന്നീ സാധനങ്ങൾ പൊടിച്ച് റെഡിയാക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം. ഒരു കടായി എടുക്കുക, കുറച്ച് കടുകിടുക. ഇത് നമ്മുടെ സൗത്ത് സ്റ്റൈലാണ് ക്യാപ്സിക്കം റൈസ് എന്ന് പറഞ്ഞാൽ, നോർത്ത് ഇന്ത്യൻ അല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബിസ്മിലാബാത്തിൻ്റെ പൗഡർ 2 സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് അവിടെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി കടുക് വറുത്തതിലേക്ക് കുറച്ച് ഉഴുന്നപ്പരിപ്പും വറ്റൽമുളകും കടലപ്പരിപ്പും കൂടെ ഇട്ട് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഗ്രൗണ്ട് നട്ട് ഇടുകയാണ്. ഗ്രൗണ്ട് നട്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ടിട്ട് കുറച്ചൊരു ബ്രൗണിഷ് കളറായിട്ട് വരുന്നവരെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇതിലേക്ക് കുറച്ച് കായ്പ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ബസ്മിലാബാത്തിലേക്ക്. അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് ക്യാപ്സിക്കവും ക്യാരറ്റും ക്യാബേജും കൂടെ സ്ലൈസ് ചെയ്ത് ഞാൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്യുകയാണ്. ക്യാപ്സിക്കം മാത്രമാണെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ ഞാനിവിടെ ജസ്റ്റ് കുറച്ച് വേറെ നമ്മൾ കൂട്ടാനൊന്നും ഇല്ലാത്തത്, ഉപ്പേരിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിതിലേക്ക് ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ് ഇതാണ് യൂസ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ്. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസ് കുറച്ചൊന്ന് വേവിച്ച് റെഡിയാക്കി സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് വേവിലാണ് നിൽക്കുന്നത്, അധികം കുഴഞ്ഞിട്ടുമില്ല, വേവാണ്ടിരുന്നിട്ടുമില്ല. ആ ഒരു സ്റ്റേജിൽ ഞാൻ തനിയെ ഓൾറെഡി റൈസ് കുക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് ബിസ്മിലാബാദ് പൗഡർ ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് വെച്ച കായപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഉള്ളത് അതും കൂടെ ഇട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് വെള്ളം ഉണ്ട്, ഒരല്പം ജസ്റ്റ് ആ ക്യാരറ്റ് വേവാനുള്ള വെള്ളം മാത്രം ഒന്ന് ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയം കൊണ്ട് അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ സമയം നമുക്ക് റൈസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചാൽ മാത്രം മതിയാകും. അധികം നേരം വേവേണ്ട ആവശ്യമില്ല, കാരണം ആ ഒരു വെജിറ്റബിൾസ് ഒരു ചെറിയൊരു ക്രിസ്പിനെസ്സും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ സമയം ഞാൻ ആ റൈസ് ഒന്ന് കുക്ക്ഡ് റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ കുക്ക്ഡ് റൈസ് എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പായിരുന്നു, പക്ഷേ ഞാൻ 1/2 കപ്പ് ഞാൻ മാറ്റി വെച്ചു. കാരണം എന്താ വെച്ചാൽ മസാല കുറഞ്ഞു പോയാൽ അതിൻ്റെ ഫ്ലേവർ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുഴുവൻ ഇതിലേക്ക് ആഡ് ചെയ്തില്ല, കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഫ്ലേവർ കറക്റ്റായി നിൽക്കുമ്പോൾ ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക. ബൈ ടൊമാറ്റോ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാനത് പറയാൻ മറന്നുപോയി. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം റൈസ് നന്നായിട്ട് നല്ലൊരു ഫ്ലേവറുള്ള സൗത്ത് ഇന്ത്യൻ ഡിഷാണിത്. ഇതിൻ്റെ കൂടെ പാരിംഗ് ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ ബീട്രൂട്ട് പിക്കിളാണ്, പിന്നെ പപ്പട്. ഇഷ്ടമായ ലൈക്ക് തരണേ. താങ്ക് യു ഫോർ വാച്ചിങ്.